അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ബുക്ക് മാത്രം പോരാ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി നടന്നുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ബുക്ക് കാണും, അതും കൂടെ വേണം, എന്നാലേ BCG വാക്സിനൊക്കെ എന്ന് എടുത്തതെന്ന് ഡേറ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാനത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയി ഇതാ ഈ ബുക്കൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഉമ്മ അവിടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞാനും ഹാനിയും കൂടെയാണ് വന്നത്. ഇനി അവിടെ തിരക്കാവോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹൈറമ്മക്ക് ഇതാ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അവിടെ നല്ല കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫീഡൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഹാനിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ, വിറ്റാമിൻ്റെ. ഹൈറമ്മക്ക് 2 കാലിലും 1 കയ്യിലുമാണ് എടുത്തത്. കാലിലെടുക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത്. കുത്തി ഇറക്കുകയാണ് അവർ ചെയ്യുന്നത്. കയ്യിൽ വലിയ പ്രശ്നം കാണില്ല, പക്ഷെ കാലിൽ നല്ല വേദന കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തേക്ക് കുളിപ്പിക്കുകയും ചെയ്യരുത്, പനീരെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരസെറ്റമോളിൻ്റെ മരുന്നാണ് അവിടെ നിന്ന് തന്നത്. അങ്ങനെ ഞാൻ വന്ന ഉടനെ അത് കൊടുക്കുന്നുണ്ട്. ഹൈറമ്മക്ക് ഇപ്പോൾ മരുന്ന് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പാലിൻ്റെയും മരുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോൾ അവൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് 2 ml മരുന്ന് തന്നെ കൊടുത്തത്. ഹാനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും അവൾക്ക് കിട്ടുമെന്ന് നോക്കിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്.